മലയാള സിനിമയുടെ ഇതിഹാസം മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. പലരും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെയും കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത. തീർച്ചയായിട്ടും. അതായത് ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. മമ്മൂട്ടി എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാക്കി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ടെസ്റ്റുകളിലെല്ലാം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ അത് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ് ടെസ്റ്റുകളെല്ലാം തന്നെ. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് ക്യാൻസർ ബാധയായിരുന്നു, ക്യാൻസറായിരുന്നു. ആ ക്യാൻസറിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ചെറിയൊരു തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ട് കൃത്യമായ ശരിയായ ശാസ്ത്രീയമായ ചികിത്സയുടെ ഫലമായിട്ട് ആ രോഗത്തെ അതിജീവിച്ച് അദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതിൻ്റെ സുഖമായിട്ട് എല്ലാ റിസൾട്ടുകളും ശരിയായി, രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തനായി എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഫേസ്ബുക്ക് ഇട്ട്, പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, പിന്നെ ഓരോരുത്തരായിട്ട്. അപ്പോൾ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു, മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിരുന്നു. പിന്നെ മഞ്ജു വാര്യരിട്ടു. VK ശ്രീരാമൻ മമ്മൂട്ടി വിളിച്ച് പറഞ്ഞതിൻ്റെ ടെലിഫോൺ സംഭാഷണം, അതിനെ പറ്റിയിട്ടൊരു കുറിപ്പിട്ടു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു രംഗമായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട്. നമുക്കറിയാം മോഹൻലാൽ അത്രയേറെ വൈകാരിക ബന്ധം മമ്മൂട്ടിയായിട്ടുള്ള ആളാണ്. മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലും മറ്റൊരു മഹാനടനായ മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നൈർമല്യമുള്ളതും അത്രയും സ്നേഹം നിറഞ്ഞതുമാണ്. ഇവരുടെ ഫാൻസൊക്കെ തമ്മിലടിക്കുമെങ്കിലും ഇവരതൊക്കെ കണ്ട് ചിരിക്കാറേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അത്രയേറെ ഇവർക്ക് അതൊക്കെ വെറും തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അത്രയും രസകരമായിട്ട് ഫാൻസിൻ്റെ അതിരുവിട്ട പ്രവർത്തികളെ ഇവർ തന്നെ വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ മോഹൻലാൽ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വഴിപാടൊക്കെ നടത്തി. ഈ വഴിപാട് നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മതഭ്രാന്തന്മാർക്കെല്ലാം കൂടെ ഹാലിളകിയ സംഭവങ്ങളുണ്ടായി. നമ്മൾ കണ്ടില്ലേ, ഈ ജിഹാദി ഭ്രാന്തന്മാർക്കെല്ലാം അങ്ങോട്ട് അപ്പോഴും കുരുപൊട്ടാൻ തുടങ്ങും. മമ്മൂട്ടിയുടെ പേരിൽ അവിടെ ഇത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, മണ്ണാങ്കട്ടയുടെ തേങ്ങയാണെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നൈർമല്യം കൊണ്ട് തന്റെ സുഹൃത്തിന് അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന് ആയുരാരോഗ്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെ പോയി ഒരു വഴിപാട് നടത്തിയാൽ എന്താണ്? അതിലൊക്കെ എന്തിനാണ് ഇത്ര മതഭ്രാന്ത്? ഈ ഭ്രാന്തന്മാർക്ക്, ജിഹാദി ഭ്രാന്തന്മാർക്ക്, ജിഹാദി പൊട്ടന്മാർക്ക് അത് ഭയങ്കര പ്രശ്നമാണല്ലോ. അവന്മാർ അവിടെ അതേ കാണുമല്ലോ. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഈ ജിഹാദിയായി മാറില്ല. ഈ ജിഹാദി ആവുന്നതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭ്രാന്താണ് എന്നുള്ളതാണ്. ആ ഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ആ ഭ്രാന്ത് അവിടെ ഇരിക്കട്ടെ. ആ നാട്ടുകാർ ചവിട്ടിക്കുട്ടയിലാണ് ഇട്ടത്. ഈ പറഞ്ഞ ഭ്രാന്തന്മാരെ മൊത്തം വലിയ തലയിൽ കെട്ടുമായിട്ട് നടക്കുന്ന മതമേധാവിമാരെന്ന് പറയുന്നവന്മാരാണ്. അവന്മാരുടെ നെഞ്ചത്താണ് നാട്ടുകാർ മൊത്തം ചേർന്ന് ചവിട്ടി കൊടുത്തത്. നീയൊക്കെ അവിടെ ഇരിയടാ, നിൻ്റെയൊക്കെ ഇവരുടെ മതേതര കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഈ ഭ്രാന്ത് പറഞ്ഞവന്മാരുടെ എല്ലാം കർണത്താണ് അടി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്തായാലും മമ്മൂട്ടി, വളരെയേറെ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ 1000 ഫ്രെയിമുകൾ ഇങ്ങനെ മാറിപ്പോകും ഒരേ സമയത്ത്. മമ്മൂട്ടി കുതിരപ്പുറത്ത് വരുന്നത്, ബൈക്കിൽ വരുന്നത്, മമ്മൂട്ടിയുടെ പ്രണയരംഗങ്ങൾ, വൈകാരികമായ നിമിഷങ്ങൾ, അതൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ടേക്കും. മമ്മൂട്ടി എന്ന് പറയുന്ന ആ രൂപം തന്നെ അന്ന് മുതൽ, പഴയ കാലത്ത് മുതലുള്ള, ഞാനൊക്കെ ജനിക്കുന്നതിനൊക്കെ മുമ്പ്, എത്രയോ കാലം മുമ്പേ തുടങ്ങിയ അവരുടെ തുടക്കമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നസീറിനൊപ്പമൊക്കെ ആണല്ലോ അവർ അഭിനയിക്കുന്നത്. നസീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഏതോ ഒരു ഭൂതകാലത്തിലെ ഓർമ്മയാണ്. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്നത് ആ ഭൂതകാലം മുതൽ ഇനി കിടക്കുന്ന ഭാവി കാലം വരെയും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു ഇതിഹാസമാണ്. പ്രസിദ്ധ പറഞ്ഞ പോലെ മമ്മൂട്ടി എന്ന് പറയുന്നത് നമുക്കെല്ലാവരും ഇതിഹാസം നടന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരാത്ത ഒരു കാലം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ നിമിഷവും മലയാളി ചെയ്ത്. എന്തായാലും ആ പ്രാർത്ഥനകളെല്ലാം സഫലമാക്കിക്കൊണ്ട് അദ്ദേഹം എല്ലാ കാലവും മലയാളികൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ആ സന്തോഷത്തിൻ്റെ വർത്തമാനം, ആ വാർത്തകളൊക്കെയാണ് എല്ലാവരും പങ്കുവെച്ചത്. അതിൽ മോഹൻലാലുണ്ട്, മഞ്ജു വാര്യരുണ്ട്, രമേശ് പിഷാരടിയുണ്ട്, എല്ലാ നടന്മാരും, സംവിധായകരും, രാഷ്ട്രീയ പ്രവർത്തകർ, ചെന്നിത്തലയും VD സതീശനും അടക്കം എല്ലാ രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രോഗമുക്തനായി തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത മലയാളികൾ പ്രതീക്ഷിക്കുക അടുത്ത സിനിമ എപ്പോഴാണ്? ആ സിനിമ മമ്മൂട്ടിയുടെ പുതിയ റിലീസാകുന്ന സിനിമ എപ്പോഴാണ്? ആ സിനിമ ഉടനെ വരണം. അദ്ദേഹത്തിൻ്റെ അത്രയും ഭംഗിയോടുകൂടി ആ സിനിമകളെല്ലാം വരണം. നാട്ടുകാർ മൊത്തം കണ്ണു വയ്ക്കാറുണ്ടായിരുന്നു മമ്മൂട്ടി എന്നുള്ളതാണ്. കാരണം ദുൽഖറാണോ മമ്മൂട്ടിയാണോ എന്ന് അറിയാൻ പോലും പലപ്പോഴും സംശയം തോന്നുന്ന അത്രയും ഗ്ലാമറുള്ള, അത്രയും സുന്ദരനായ ഓരോ മേക്ക് ഓവറും എത്ര കാത്തിരിപ്പോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന
മഹാനടൻ. അപ്പം മറ്റേ ഈ ഭ്രമരം സിനിമയിലൊക്കെ കണ്ടില്ലേ, അതിഗംഭീരമായ അഭിനയമായിരുന്നു. ആ ഒറ്റ ഡയലോഗ്, നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് തന്നെ എത്ര ആവർത്തി മലയാളിയിൽ പറഞ്ഞു. ആ ഗംഭീരമായ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതിഗംഭീരമായിട്ടുള്ള അഭിനയ മികവ്, മമ്മൂട്ടിയുടെ അപാരമായ ശേഷി. അപ്പം നമുക്കതെല്ലാം അറിയാം. ഈ പറയുന്ന വിധേയൻ സിനിമയിലൊക്കെയാണ് നമ്മൾ അതിന് മുമ്പ് ആ ഒരു വേഷം കണ്ടത്. അതിന് കഴിഞ്ഞിട്ട് വ്യത്യസ്തമായ വേഷങ്ങൾ, അതിനോട് സാമ്യം തോന്നുന്ന ഒരു അധികാരിയുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പഴയ കാലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രം. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഭ്രമരമാണ് എന്നാണ് തോന്നുന്നത്. ഭ്രമയുഗമാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും അതിന് അതുപോലെ തന്നെ ഈ പറയുന്ന എനിക്ക് മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയില്ലേ, അതിഗംഭീരമായ സിനിമ, കണ്ണ് നിറഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരുപാട് എത്ര സിനിമകൾ, അഥർവം, ഞാൻ കഴിഞ്ഞ ദിവസവും കൂടെ വീണ്ടും ഇരുന്ന് കണ്ട സിനിമയാണ് അഥർവം എന്ന് പറയുന്നത്. അഥർവമൊക്കെ ഇങ്ങനെ മമ്മൂട്ടിയുടെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് കാണാൻ വരെ അതിഗംഭീരമായ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം പൊട്ടുറുമി. അതെ, ഈ ഭൂതക്കണ്ണാടിയുടെയും കണ്ണ് നനയ്ക്കുന്ന സിനിമ കൂടിയാണ് അത്. അതെ, അതിഗംഭീരമായിട്ടുള്ള പൊട്ടുറുമിയുടെ ആ ഒരു വേഷമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരു വല്ലാതെ ഈ പറയുന്ന പോലെ കണ്ണ് നിറഞ്ഞു പോകുന്ന ദുഃഖം വരുന്ന സീനുകളൊക്കെയാണ്. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ മലയാള സിനിമ ഇപ്പോൾ ആഘോഷമാക്കുകയാണ്. ആ ആഘോഷത്തിൽ എപ്പോഴാണ് മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം വരുന്നത്, ആ ചിത്രം മലയാളികൾ നെഞ്ചേറ്റുന്നത്, മലയാളികളുടെ മമ്മൂട്ടിയുടെ ഇതുവരെ വന്ന സിനിമകളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ അത് സാമ്പത്തികമായി ചിലത് വിജയിച്ചിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ വിജയിച്ചിട്ടില്ലാത്ത സിനിമ പോലും മമ്മൂട്ടിയുടേത് അതിഗംഭീരമായ അഭിനയ പാടവം കൊണ്ട്, അഭിനയ മികവ് കൊണ്ട് എല്ലാ കാലത്തും വളരെ പ്രേക്ഷക പ്രീതി നേടുന്നതാണ്. വിജയിക്കാത്ത സിനിമകൾ പോലും, ഇനി മമ്മൂട്ടിയുടെ ഒട്ടും വിജയിക്കാത്ത ഒരു സിനിമ എടുത്തോളൂ, ഒന്നിനും കൊള്ളില്ല, പക്ഷെ മമ്മൂട്ടിയെ കാണുന്നത് ഇല്ലെങ്കിൽ ആ സിനിമയിലെ സന്തോഷമാണ്. അതെ, നമുക്ക് ഈ മഹാനടന്മാരെയൊക്കെ കാണുന്നതിൻ്റെ ഒരു രസമുണ്ടല്ലോ. ഇപ്പോൾ മോഹൻലാലിനെ, മമ്മൂട്ടിയെ, പൃഥ്വിരാജിനെ, അതുപോലുള്ള ഓരോ നടന്മാരെയും കാണുന്നതിൻ്റെ ഒരു സന്തോഷം, ആ സിനിമ നമ്മൾ തുടർന്ന് കാണുന്നതിൻ്റെ കാരണവും ഇവരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ആന, കടൽ, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങളും അത്രയേറെ പ്രിയപ്പെട്ടതാണ്. നമുക്ക് ഒട്ടും ഒരു സിനിമ ഏതെങ്കിലും ഒന്നിനൊന്നോട് മെച്ചപ്പെട്ടിരിക്കുന്ന സിനിമകളെന്ന് വേണം പറയാനായിട്ട്. മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ബന്ധം, നമുക്ക് മമ്മൂട്ടി എം ടി ഹരിഹരൻ കൂട്ടുകെട്ട എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മമ്മൂട്ടിയും എം ടിയും ഹരിഹരനും ചേർന്ന് കഴിയുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വടക്കൻ വീരഗാഥ തൊട്ടായാലും ഇങ്ങോട്ട് എടുത്താൽ, ഓരോ സിനിമകൾ എടുത്താലും ശരി തന്നെ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു വേഷത്തിൻ്റെ പ്രത്യേകതകൾ, അപ്പോൾ ആ വേഷത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ മമ്മൂട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയ കഥയാണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നും. പഴശ്ശിരാജയെ കണ്ടില്ലേ, പഴശ്ശിരാജയിലൊക്കെ ആ അഭിനയത്തിൻ്റെ ഒരു മികവ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ഡാൻസ് എല്ലാവരും കളിയാക്കാറുള്ളതും ട്രോള് വരുന്നതുമാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ഡാൻസുള്ള സിനിമകൾ നമ്മൾ ആരാധനയോട് ഭയങ്കര, നമുക്ക് അതിൻ്റെ ഒരു വൃത്തികേടും തോന്നില്ല. രാജമാണിക്യത്തിലെ സിനിമയിലെ പാട്ട്, അതിലെല്ലാം ഡാൻസ് ഉണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ ഡാൻസിന് പ്രത്യേകത ഉള്ളതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ഡാൻസിനെ നമ്മൾ ട്രോളാൻ നേരത്ത് ചിലർ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ അല്ലെങ്കിൽ അത് ശ്രദ്ധയിലേക്ക് പോകില്ല. കാരണം മറ്റു കാര്യങ്ങൾ അതിനേക്കാൾ ഏറെ ഗംഭീരമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാജമാണിക്യത്തിലെ ഡാൻസ് ഇപ്പം ഞാൻ പറയുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്, അപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ ആ ഡയലോഗുകൾ, മമ്മൂട്ടിയുടെ അഭിനയം, എന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള അപ്പോൾ അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും ശക്തമായ ഗംഭീരമല്ലേ, ചില സിനിമകളിൽ ഇപ്പൊ പാട്ട് സീന്, ഇപ്പൊ ഡാൻസിന്റെ സീൻ ഉണ്ടെങ്കിൽ മമ്മൂട്ടി എന്ത് ചെയ്യുന്ന പറയാൻ കോമഡി ആക്കും, കോമഡി ഡാൻസ് ആക്കി മാറി, പിന്നെ കുഴപ്പമില്ല, അവിടെ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. അപ്പം മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയും മികവ് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ശബ്ദം, മമ്മൂട്ടിയുടെ ശബ്ദം, ആ ഭാഷ, ശൈലി, ഇതെല്ലാം തന്നെ മമ്മൂട്ടിയുടെ ഭാഷ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് ഏത് നാട്ടിലെ ഭാഷയാണ്. ഒരിക്കലും മലപ്പുറം സ്ലാങ് ഇല്ല, ഒരിക്കലും ഒരു നോർത്തേൺ കേരളയുടെ സ്ലാങ് ഇല്ല, ഒരിക്കലും ഒരു സദേൺ കേരളയുടെ സ്ലാങ് ഇല്ല. അത് എപ്പോഴും അതൊരു യുണീക്കായിട്ടുള്ള ഒരു ശബ്ദവും ആ പറയുന്ന സംസാര ശൈലിയുമായിട്ട് മമ്മൂട്ടി കൃത്യമായി ആ വേഷത്തിനെ അവതരിപ്പിച്ച് വെക്കുന്നു എന്നുള്ളത് മമ്മൂട്ടിയുടെ. ഈ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയാണോ മികച്ചത്, മോഹൻലാലാണോ മികച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഉത്തരവില്ല. അതിൽ ഏറ്റവും മികച്ച സീൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഒരു ഉമ്മ കൊടുക്കുന്നത്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്.
അതാണ് മലയാളത്തിന് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. എന്തായാലും മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്, മമ്മൂട്ടി അതിഗംഭീരമായ വേഷങ്ങൾ ഇനിയും 100 വേഷങ്ങൾ ഇനിയും സമ്മാനിക്കാനിരിക്കുന്നു. അതിൻ്റെ സന്തോഷവും കൂടി ഇന്നലെ വൈകുന്നേരം മുതൽ അത് ഇന്ന് ഈ ദിനവും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി എന്തായാലും വളരെ മികച്ച ആരോഗ്യത്തോടുകൂടി ഇനിയും ഊർജ്ജസ്വലമായിട്ട്, മമ്മൂട്ടി ഇനി വരുന്നത് ഇതിൻ്റെ ഇരട്ടി ഗംഭീരമായ വേഷവുമായിട്ടായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. കാരണം കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. ആ അനുഭവങ്ങളെല്ലാം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന് വളമാവുകയായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. മമ്മൂട്ടി ഏറ്റവും ആരോഗ്യവാനായി ദീർഘായുസോടുകൂടി മലയാളത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.